ഒരിക്കൽ യേശുവിൻ്റെ വഴിയാത്രയിൽ ഒരു കുരുടനായ മനുഷ്യൻ പുരുഷാരത്തെ വകഞ്ഞു മാറ്റി യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിക്കുമ്പോൾ യേശു അവനോട് പ്രതികരിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്ന് ചോദിച്ചുകൊണ്ടാണ്. ഈ മറുപടിയിൽ യേശു തന്നെ വെളിപ്പെടുത്തുന്നത്, എനിക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവപുത്രനായിട്ടാണ് നിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ചില പ്രശ്നങ്ങളിൽ മാത്രം പരിഹരിക്കുന്ന ഒരു പരിഹാരകനായിട്ടല്ല, എന്തും പരിഹരിക്കാൻ യേശുവിന് കഴിയും എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഈ കുരുടനായ മനുഷ്യൻ യേശുവിനോട് സമീപിക്കുമ്പോൾ അവനറിയാമായിരുന്നു അവൻ സമീപിക്കുന്നത് ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവിനോടാണ്, അവന് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ളത്. യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിന്റെ വിടുതലിന്റെ ആദ്യ പടികൾ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഈ യേശുവിന് എന്തും ചെയ്യാൻ കഴിയുമെങ്കിൽ ജീവിതത്തിന്റെ ഏത് പ്രശ്നമാകട്ടെ, ദുഃഖമാകട്ടെ, നെടുവീർപ്പുകളാകട്ടെ, ദുർഘടമേടുകളാകട്ടെ, അതിനെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഈ യേശുവിലേക്ക് അടുത്തു ചെല്ലാനും അവനെ തിരിച്ചറിയേണ്ടതുപോലെ തിരിച്ചറിയുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണോ, തലമുറകളുടെ വിഷയത്തിലുള്ള വേദനകളാണോ, സാമ്പത്തിക ഞെരുക്കങ്ങളാണോ, ജോലിയിലെ പ്രശ്നങ്ങളാണോ, എന്തു തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ നിങ്ങളെക്കാൾ നന്നായി അറിയാവുന്നവൻ്റെ അടുക്കലേക്ക് ഒരു തിരിച്ചറിവോടെ ചെന്നിട്ട് അവനോട് പറ, എനിക്ക് ഇന്നതാണ് എൻ്റെ പ്രശ്നം. അവൻ എന്തും ചെയ്യാൻ മതിയായവനായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നത്തിന്മേൽ ഒരു ഉത്തരം ഉറപ്പാണ്. ആ ഒരു ആഗ്രഹത്തിൽ, തിരിച്ചറിവിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്ന് വിടുതലുകൾ പ്രാപിച്ച് അനുഗ്രഹപൂർണ്ണരായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.